പ്രസ് മീറ്റ് നടത്തുന്നത് ഞങ്ങളുടെ സന്തോഷം അറിയിക്കാൻ വേണ്ട കേട്ടോ. വേറെ സാധാരണ പ്രസ് മീറ്റ് എന്തെങ്കിലുമൊക്കെ സിനിമ റിലീസായതിനു ശേഷം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയാനായിരിക്കും. പക്ഷേ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പടത്തിന് കിട്ടുന്ന റെസ്പോൺസ് വെച്ചിട്ട്. ഇന്നലെ സൺഡേ ആയിരുന്നു. പക്ഷെ നമ്മുടെ പോലത്തെ ഒരു ചെറിയ പടത്തിന് ലുലു പോലത്തെ PVR വലിയ തിയേറ്ററിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമില്ലായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഓഡിയൻസിനെ കണ്ടു. എല്ലാവരും ആക്ച്വലി നമ്മളോട് ഉള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവർ ക്ലാപ്പ് അടിച്ചുകൊണ്ടാണ് അവർ സിനിമ തീർന്നപ്പോഴത്തേക്കും ആ സിനിമ അവർ സ്വീകരിച്ചത്. അതിനുശേഷമാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഒരുപാട് സന്തോഷമായി. ആക്ച്വലി പറഞ്ഞാൽ സന്തോഷ കണ്ണുനീരായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ. പല സ്ഥലത്തും നമുക്ക് ഹൗസ്ഫുൾ ഷോസ് അല്ലെങ്കിൽ നിയറിംഗ് ടു ഹൗസ്ഫുൾ ഷോസ് കിട്ടുന്നുണ്ട്. പക്ഷേ ചില സെൻറ്റേഴ്സിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഷോസ് നടക്കാണ്ട് വന്നിട്ടുണ്ട്. തേഴ്സ്ഡേ ആയിരുന്നു പടം റിലീസ്. ഏത് സെൻറ്റേഴ്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല കൃത്യമായിട്ട്. പക്ഷേ പല സെൻറ്റേഴ്സിൽ നമുക്ക് ഷോ നടക്കാണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അങ്ങനെ ഷോ നടക്കാത്ത സ്ഥലത്ത് ഷോ നടന്നു. പക്ഷെ എന്നാലും ആൾ കുറവായിരുന്നു. അതിനുശേഷം സാറ്റർഡേ സൺഡേ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിച്ചു. പിന്നെ ഡെഫിനറ്റ്ലി ഇന്ന് മൺഡേ ആണ്. മൺഡേ ഇസ് എ വർക്കിംഗ് ഡേ. സ്കൂളൊക്കെ ഓപ്പൺ ആയ സമയമാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ചെറിയ ഗ്രാഫ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നൈറ്റ് ഷോസ് ഒക്കെ അത്യാവശ്യം ആൾക്കാർ കയറുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ ഒരു ഫാന്റസി സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. റിട്ടേൺ ഡയറക്റ്റഡ് ബൈ ഗോഡ്. സണ്ണിയാണ് ദൈവമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നല്ല മെസ്സേജസ് കൊടുക്കുന്ന ഒരു പടമാണ് അത്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതും ആൾക്കാർക്ക് ആ മെസ്സേജ് കിട്ടുന്നുണ്ട്. ഇന്നലെ ഇപ്പം നമ്മൾ ഒരു തിയേറ്ററിൽ, ഷണേഴ്സ് തിയേറ്ററിൽ നമ്മൾ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഷോയ്ക്ക് ശേഷമാണ് നമ്മൾ ചെയ്തത്. അവിടെ കുറച്ച് സീനിയർ സിറ്റിസൻസ്, കുറച്ച് അമ്മമാർ, അത്യാവശ്യം നല്ല പ്രായമുണ്ട്, എനിക്ക് തോന്നുന്നു മോർ ദാൻ 70 ആയിരിക്കും അല്ലേ, 70+ ആയിട്ടുള്ള കുറച്ച് അമ്മമാർ വന്നിരുന്ന സിനിമയാണ്. അവരും ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കാണേണ്ട ഒരു സിനിമയാണെന്ന്. ഈ സിനിമ ഡെഫിനറ്റ്ലി ഫാമിലി മൂവി തന്നെയാണ്. നമ്മൾ ഫാമിലി മൂവി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക കാറ്റഗറി നമ്മൾ വിചാരിക്കുന്നത് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ വന്ന് കാണുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ. പക്ഷെ ഫാമിലി മൂവിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്കും ആരുടെയും കൂടെ കാണാൻ പറ്റിയൊരു സിനിമ. സർട്ടിഫിക്കറ്റ് യു ആണ്. ഒരു രീതിയിലുള്ള നമ്മൾ കൊച്ചുങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമ്മൾ സിനിമയിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു നല്ല മെസ്സേജാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. എൻ്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടി ഒരുപാട് നല്ല പെർഫോമൻസ് ആയിരുന്നു ക്ലൈമാക്സിലെന്ന് പലരും പറഞ്ഞു. ആ കുട്ടിയുടെ ക്ലൈമാക്സ് കാണാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമാക്സ് സീൻ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരുപാട് ഊർജം തരുന്നതാണ് നമുക്ക്. എൻ്റെ കൂടെയുള്ള സംവിധായകൻ ഫെബി ജോർജ്, പ്രൊഡ്യൂസേഴ്സായ സനൂപും പിന്നെ തോമസുമാണ്. ബാക്കി കാര്യങ്ങൾ ഇവർ പറയും. കുറച്ച് നാൾ മുന്നേ നോക്കുമ്പോൾ OTT റിലീസ് ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും, തിയേറ്ററിൽ റിലീസായി 3 മാസത്തിന് ശേഷമായിരിക്കും OTT വരും. പക്ഷെ ഇപ്പം അതേ മാസം തന്നെ OTT പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി ഇപ്പം പ്രേക്ഷകർക്കാണെങ്കിലും ഓക്കെ ഇത് തിയേറ്ററിൽ പോകേണ്ടത്, ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ OTT വരും. അല്ലെ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഇപ്പൊ ഓഡിയൻസ് മാറിയതായിട്ട് തോന്നുന്നു. മുന്നേ എന്ത് ചെയ്യാൻ പറ്റും, വരുന്നുണ്ട്, നമ്മുടെ കയ്യിലല്ലോ ഇത് അല്ലേ. ഇപ്പൊ ഞാനൊരു ആക്ടറാണ്. ഇപ്പൊ ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. പ്രൊഡ്യൂസർ എന്നുള്ള പേരേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനിൽ എന്താണെന്നുള്ളത് എനിക്ക് വേണ്ടി എത്തുന്നില്ല. എത്ര രൂപ ആയെന്നൊക്കെ അറിയാം. അല്ലാണ്ട് ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഒരു സാധനം ഒരു പിന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ പോയി അത് കുറച്ച് വിലക്ക് മേടിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്കൊരു ടീം ഉണ്ടായിരുന്നു, അവരൊന്നും ചെയ്തിട്ടിരുന്നത്. ഞാനിവിടെ അഭിനയത്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അത്രേ നമുക്ക് നടക്കുള്ളൂ അല്ലേ. തിയേറ്ററിൽ ഇറങ്ങിയ പടങ്ങൾ പിന്നീട് തിയേറ്ററിൽ വർക്കാകാതെ പിന്നീട് OTT വർക്കായ കുറെ സിനിമകൾ ഇപ്പം നിലവിൽ കുറെ നാളുകളായിട്ട് ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. തിയേറ്ററിൽ വർക്കാതെ പിന്നീട് OTT വർക്കാകുന്നത്. ഇപ്പം ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഇന്നലത്തെ കേരളത്തിലെ ബുക്കിംഗ് നിരക്ക്, തിയേറ്ററിലെ ബുക്കിംഗ് നിരക്ക് നോക്കുമ്പോൾ
ഓൾറെഡി റിലീസായ പടങ്ങളെക്കാട്ടിലും കൂടുതൽ റീ റിലീസായ ചോട്ടാമുമ്പ് എന്ന സിനിമയ്ക്കാണ് കളക്ഷൻ കൂടി വന്നിരിക്കുന്നത്. അതായത് പുതിയ സിനിമ ഉണ്ടായിട്ടും അത് കാണാതെ ഓൾറെഡി കണ്ട സിനിമകൾ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നു. അപ്പോൾ ഈ പ്രേക്ഷകരുടെ ഒരു ആസ്വാദന രീതിക്കുണ്ടായ ഈ ഒരു മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആസ്വാദന രീതി എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ പടം ഞാൻ ഉറപ്പായിട്ട് ചോട്ടാമുമ്പേക്ക് പോകും. ചോട്ടാമുമ്പ് ഞാൻ ഓൾറെഡി കണ്ട പടമാണ്, എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇന്നിപ്പോ പുതിയ കളർ ഗ്രേഡിങ്ങിലും പുതിയ സൗണ്ട് എഫക്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും അതൊന്നും അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. അപ്പം ഫസ്റ്റ് ചോയ്സ് എപ്പോഴും അതായിരിക്കും. ഇന്നിപ്പോ എന്റെ സിനിമ റിലീസാകുമ്പോഴാണ് ഞാൻ ആദ്യം അത് കാണാൻ വേണ്ടി പോയത്. അതർവൈസ് അത് വളരെ നാച്ചുറൽ അല്ലേ. നമ്മള് പണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടം, അതും ലാലേട്ടന്റെ പോലത്തെ ഒരു ലെജൻഡിന്റെ പടം വരുമ്പോഴത്തേക്കും ഓൾറെഡി ഹിറ്റായ എത്രയോ നാളോടിയ പടം അത് വീണ്ടും നമുക്കൊരു പുതിയ രൂപത്തിൽ വരുമ്പോൾ ആ പുതിയ രൂപത്തിൽ എങ്ങനെയാണ് വന്നിരിക്കണമെന്ന് കൂടെ അറിയാൻ വേണ്ടി ഡെഫിനറ്റ് നമുക്കൊരു ഇത് കാണില്ല. അപ്പം അത് അങ്ങനെയാണത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ തിയേറ്ററിൽ വർക്കാകാത്ത പടങ്ങൾ പിന്നീട് OTT-ൽ വർക്കാകുന്നുണ്ട്. പിന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത സിനിമകൾ തിയേറ്ററിൽ വർക്കാതെ പോകുന്നുണ്ട്. അപ്പം ഓഡിയൻസ് ഓൾറെഡി ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഏത് സിനിമ പോയി കാണണം, അല്ലെങ്കിൽ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമ. ഓഡിയൻസിന് ആക്ച്വലി കൺഫ്യൂഷൻ ഒന്നുമില്ല. അവർ ഓൾറെഡി തീരുമാനം എടുത്ത് കാണും ഏത് സിനിമ കണ്ടെത്തണം. ഓഡിയൻസ് ആർ നോട്ട് കൺഫ്യൂസ്ഡ്. നമ്മൾ ഒരു പാക്കേജ് ആയിട്ട് എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അതിൽ ഡിപ്പെൻഡ് ചെയ്യും. മൗത്ത് പബ്ലിസിറ്റി ഇപ്പം നമ്മുടെ ടൂറിസ്റ്റ് ഹോം പോലത്തെ പടങ്ങൾ ആദ്യം കളക്ഷൻ ഇല്ലായിരുന്നു, പിന്നെ അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അത് വളരെ വേറായിട്ട് ഇപ്പം സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചില സിനിമകളൊക്കെ ആയിട്ടുണ്ട്, ഒരാഴ്ച വരെ ആളില്ലായിരുന്നു, പിന്നെ ഉടനെ പിന്നെ പെട്ടെന്ന് അങ്ങ് കയറി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലാസ്മേറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ ദിവസം അത്രയും തിരക്കില്ലായിരുന്നു, പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര ഹിറ്റായി. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഓർമ്മയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതിനുള്ളൊരു സ്പേസ് ഇല്ല. ആ സ്പേസാണ്, അതായത് ഈ 2 ദിവസം കഴിഞ്ഞ് ഹിറ്റാവുന്ന അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കളക്ഷൻ വരുന്നൊരു സ്പേസിലേക്കാണ് ഇപ്പോൾ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ കൂടുതലും OTT, ബിക്കോസ് നമ്മുടെ സമയം അനുസരിച്ച് അത് കാണാം. സോ